അസ്സലാമു പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് അത്താണിപ്പടിയിലുള്ള അഷ്റഫ് ആഷിദ ദമ്പതികളുടെ വീടാണ്. സെന്റ് സ്ഥലത്ത് ഏത് സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ എല്ലാ സൗകര്യത്തോടും കൂടി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഈ വീട് 1160 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കണേ. ബ്ലൂ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ വീട് വരുന്നത്. ഒറ്റനില വീട് തന്നെയാണേ. വീടിന്റെ ഷോവാള് വന്നിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ടേ ഉള്ളൂ ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ. ഈ വീടിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ഡിസൈനിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി വീടിന്റെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ നോക്കിയാലോ. ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറിയാൽ മുന്നിൽ തന്നെ 2 വുഡൻ ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്ലാബ് വാർത്തിട്ട് എൽ ഷേപ്പിൽ സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട്. സീറ്റിന്റെ ഭാഗത്തെ പില്ലറിൽ ഗ്രേ ബ്ലാക്ക് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ചെയറിന്റെ പിറകിലുള്ള വാള് നോക്കുകയാണെങ്കിൽ പരഗോള ഡിസൈൻ കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ടിക്കാണ് കേട്ടോ. സീലിംഗിൽ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല. ഇനി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഫ്രണ്ടിലെ ഡോർ വന്നിട്ട് വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടാ. അകത്തേക്ക് കയറിയാൽ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന സോഫാസ് എൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ലിവിംഗ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇവിടുത്തെ വാളില് പെയിന്റ് വന്നിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഈ സോഫയുടെ കളറൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ നമ്മുടെ വിൻഡോയിൽ വന്നിട്ട് സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്സ് ആണ് കേട്ടോ. ഇവിടുത്തെ സീലിംഗിനെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, പക്ഷെ വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ ചെയ്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് LED സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ ഫോയറിലേക്ക് വന്നിട്ട് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാളിന്റെ എൻട്രൻസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് പില്ലറൊക്കെ കൊടുത്തിട്ട് നടുക്കൊരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പില്ലറിലൊക്കെ വന്നിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇപ്പൊ കാണുന്നത് നമ്മുടെ ഫോയറിൽ ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ പ്രൊഫൈൽ ലൈറ്റും സ്പോക്ക് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ലിവിംഗ് ഏരിയയിൽ വരുമ്പോൾ തന്നെ നമ്മളെ ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന തരത്തിലാണ് കേട്ടോ ഈ ഡിസൈൻ ഉള്ളത്. ഡൈനിങ് ഹാളിൽ നോക്കുകയാണെങ്കിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഒതുങ്ങിയ ടൈപ്പിൽ എന്നാൽ ഗ്ലാസ് ഒക്കെ വന്നിട്ട് നല്ല ഡിസൈൻ ഒക്കെ ഉള്ളൊരു ടേബിൾ ആണ് കേട്ടോ. ചെയർ വന്നിട്ട് വുഡിൻ്റെതാണ്. ഈ ഭാഗത്തെ വാളിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ആ സെയിം വാളാണ് കേട്ടോ. അവിടെ പരഗോളന്റെ ഇടയിലായിട്ട് LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോയിലായാലും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി വാഷ് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഒരു സർക്കിൾ മിറർ വരുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ വാളിൻ്റെ ഒരു പോർഷന് ടെക്സ്ചർ പെയിന്റും കൊടുത്ത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ബേസും വന്നിട്ട് വൈറ്റ് കളറിലാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. വാളിലായിട്ട് നല്ല ഭംഗിയിലൊരു ക്ലോക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി സീലിംഗ് വർക്ക് നോക്കുകയാണെങ്കിൽ വുഡ് ആൻഡ് വൈറ്റ് കളറിൽ സ്ട്രിപ്പ് ലൈറ്റ്സും സ്മോക്ക് ലൈറ്റും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. ആദ്യത്തേത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് വലിയ റൂം തന്നെയാണ്.
ഒരു ഫാമിലി കോട്ട് വരുന്നുണ്ട്. റൂമൊക്കെ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഈ വുഡിന്റെ കളർ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് വരുന്നത്. അത്യാവശ്യത്തിലേറെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള വൈറ്റ് ആൻഡ് വുഡ് കളറിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാൾഡ്രോബ് തന്നെയാണ് കേട്ടോ ഇത്. ഈ റൂമിൽ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. രണ്ടിലും സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ. LED സ്ട്രിപ്പ് ലൈറ്റ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ കാണുന്ന ഭാഗത്തെ വാളിൽ ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് വാഷ് ബേസിനും മിററും വരുന്നുണ്ട്. ഇനി ഫോയറിലേക്ക് തന്നെ വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഹാൻഡ് റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡിന്റെ പിടുത്താണ് കേട്ടോ വരുന്നത്. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂമും വരുന്നത്. ഇവിടുത്തെ ബാത്റൂമിലും ഒരു ഗ്രേ കളർ ടൈലനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വരുന്നത്. കൂടാതെ നേരത്തെ ബാത്റൂമിൽ കണ്ട പോലെ തന്നെ ഒരു വാഷ് ബേസിനും മിററും വരുന്നുണ്ട്. അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ റൂം വരുന്നത്. ഇവിടെ വന്നിട്ട് ഫാമിലി കോട്ടന്റെ വരുന്നുണ്ട്. 2 വിൻഡോസിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ്സ് വരുന്നത്. വൈറ്റ് ആൻഡ് വുഡ് കളറിൽ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആണ് കേട്ടോ. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ അതിനിടയിൽ നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ്സും വരുന്നുണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാൻ വേണ്ടിയിട്ട്. ഈ വീടിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്തെന്നാൽ വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് കേട്ടോ ഇവിടെ ഇന്റീരിയേഴ്സും ഫർണിച്ചേഴ്സും ഒക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ കണ്ടാലോ. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഒരു മോഡേൺ കിച്ചൺ ആണ് കേട്ടോ ഇത്. ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ സ്ലാബ് വാർത്തിട്ട് താഴെ മുകളിലായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നീളത്തിലൊരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ ക്രോക്കറി യൂണിറ്റും വരുന്നുണ്ട്. കിച്ചണിലെ വാള് മുഴുവനായിട്ട് ടൈലിട്ടിക്കാണ് കേട്ടോ. അതിന് മുകളിലായിട്ട് സ്ലാബ് വാർത്തിട്ട് പാത്രങ്ങളൊക്കെ വെക്കാൻ തരത്തിൽ ഒരു റാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കിച്ചണിലായിട്ട് അത്യാവശ്യത്തിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വർക്ക് ഏരിയ നോക്കാം. വർക്ക് ഏരിയയിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേ കാണുന്നത് പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ. അതിന്റെ താഴെ വിറകൊക്കെ വെക്കാനായിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നീളത്തിൽ ഒരു വെളിച്ചും കാറ്റൊക്കെ കിട്ടുന്ന തരത്തിൽ വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനി അടുപ്പിന്റെ തൊട്ടടുത്തുള്ള വാളായിട്ട് ഒരു ഭാഗത്ത് പാത്രങ്ങൾ തൂക്കിയിടുന്ന തരത്തിൽ ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫും കാണാം. ഇനി ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഗ്യാസ് സ്റ്റൗ വരുന്നത്. അടുപ്പും സ്റ്റൗവും കാണാത്ത തരത്തിൽ ഒരു പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്യാസ് സ്റ്റൗവിന്റെ നേരെ മുകളിലുള്ള ആ ഭാഗത്തും ഒരു വിൻഡോ വരുന്നുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് സ്റ്റൗവിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തായിട്ടാണ് കേട്ടോ സിങ്ക് വരുന്നത്. അതിന്റെ മുകളിലായിട്ടും നമ്മുടെ ഗ്രിൽസ് പോലെ വരുന്നുണ്ട്. പാത്ര സ്റ്റാൻഡും ആ ഭാഗത്തായിട്ടാണ് കേട്ടോ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ സിങ്കിന്റെ നേരെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കുള്ളൂ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.